അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണൽ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 56:8. എൻ്റെ പേര് ജോസി വിയോ. എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ മുനമ്പം എന്ന ദേശം. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 20 വർഷം പഴക്കമുള്ള ഒരു രോഗത്തിൽ സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാര്യ വിവാഹം ഇവിടെ കഴിച്ചതിന് ശേഷം ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 20 കൊല്ലം കഴിഞ്ഞ് ഈ രോഗം പിടിപെട്ടിട്ട് ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഇരിക്കണം. വെറുതെ മതിലുമ്മ ചാരി ഇരിക്കും, ഒരു പണിയും ചെയ്യൂല. വെറുതെ ചാരി ഇരുന്ന് മതിലുമ്മിട്ട് തലയിട്ടിരിക്കണം. എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊന്നും ചെയ്യേയില്ല, എന്നെക്കൊണ്ടൊന്നും നടക്കൂല, എന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക്, എന്നെ ഡൈവോഴ്സ് ചെയ്തേക്ക്, ഇങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടാനില്ല, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അപ്പോൾ വേറെ രോഗങ്ങൾ വല്ലതും ഉണ്ടായെന്നായിട്ട് ഒന്നും പറയണമില്ല. ആ ഉടനെ എന്നെ എറണാകുളത്തുള്ള ഒരു ആസ്പത്രിയിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തു പറഞ്ഞ് ഭാര്യയ്ക്ക് ഡിപ്രഷൻ, ചെറിയൊരു വിഷാദ രോഗം പിടിപെട്ടൊക്കെയാണ്. അത് കുറച്ച് മരുന്നുകൾ കഴിക്കേണ്ടി വരും, അത് കഴിച്ചുകൊണ്ടിരിക്കണം, അത് കൂടുതൽ നാൾ കഴിക്കേണ്ട, എപ്പം മാറുമെന്നൊന്നും പറയാനും പറ്റില്ല, ഡോക്ടർ ഉറപ്പൊന്നും പറയണമില്ല. അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ മരുന്ന് കഴിക്കും, ആശുപത്രിയിൽ അഡ്മിറ്റാക്കും, 2-3 ആഴ്ച ആശുപത്രിയിൽ കിടത്തും, പിന്നെ വീണ്ടും ഈ രോഗം വരും, പിന്നെയും കൊണ്ടുപോകും. പല പള്ളികളിൽ പോയി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഇടയിൽ പല നേർച്ചകൾ നടത്തുന്നുണ്ട്, എന്നാലും സൗഖ്യമാകണില്ല. അങ്ങനെ ആശുപത്രിയിൽ കിടത്തലും പള്ളികളിൽ പോകലുമായിട്ട് ഇങ്ങനെ നടന്ന് ഞാൻ വളരെയേറെ വിഷമിച്ച് രാത്രി ഇരുന്ന് കരച്ചിലാണ്. അതിനിടയിൽ ഒരു ദിവസം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് വാതിൽ മുറി പൂട്ടിയിടലാണ് പതിവ്. വാതിൽ ലോക്ക് ചെയ്തിടണം. ഇയാൾ ഇറങ്ങി പോവും. തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് പുഴയാണ്, വലിയ പുഴയായതിൻ്റെ പേരിൽ വളരെ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ആശുപത്രിയിൽ ജോലിക്ക് പോണ സമയത്ത് വാതിൽ 2 സ്ഥലത്തു നിന്ന് ലോക്ക് ചെയ്യും. വാതിൽ ലോക്ക് ചെയ്തിട്ടാണ് പോകാറ്. ഒരു ദിവസം ഞാൻ ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ഒരു ഉച്ച സമയത്ത് ഞാൻ ജോലിക്ക് പോയി വന്ന സമയത്ത് വീടിൻ്റെ അടുത്ത് പുഴയിലെ ആളുകൾ കൂടിയിരിക്കുന്നു, ആടിനടുത്ത് കൂടിയേക്കണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഭാര്യ പുഴയിലേക്ക് ചാടി. അപ്പോൾ ചാടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു കുട്ടിയിൽ ചൂണ്ടയിടുണ്ടായി. ഭാഗ്യത്തിന് അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കേണ്ട, എല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കണതിൻ്റെ പേരിൽ വല്ലാറോടത്ത് പോകുമ്പോൾ എല്ലാവരോടത്ത് പോയി വല്ലാറത്ത് മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിയെ കാണുകയും ആ കുട്ടിയൊക്കെ ശരിക്കും കണ്ട് ഓടി വന്നവൻ അടുത്തുള്ള എൻ്റെ അനിയനെ വിളിച്ച് വേഗം ഇറങ്ങി പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നിർത്തി. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്, എന്നാലും കുഴപ്പമില്ല, ആസ്പത്രിയിൽ കൊണ്ടുപോയി കുഴപ്പമില്ല, അങ്ങനെ അങ്ങോട്ട് മാറി. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോവുകയും ഇങ്ങനെ കാണുകയും ഡോക്ടറിനെ കാണുകയും ഡോക്ടർ പറയും 2 ആഴ്ച കിടത്ത് അല്ലെങ്കിൽ 3 ആഴ്ച കിടത്ത്, എന്നിട്ട് മാറിയിട്ട് പോകാമെന്ന് പറയും. പക്ഷേ 2 ആഴ്ച 3 ആഴ്ച കഴിയും ചെറിയൊരു ആശ്വാസം കിട്ടും, പോരും. ഗുളികയാണെങ്കിൽ 8-9 ഗുളിക വെച്ച് ഒരു ദിവസം കഴിക്കണം. ഈ 9 ഗുളിക കഴിക്കുമ്പോൾ ഈ ആൾ തളർന്ന് ഉറങ്ങിപ്പോയാണ്, അല്ലാതെ വേറെ ഇതിനകത്ത് സുഖമല്ല. പിറ്റേ ദിവസം നേരമ്പളത്തെ എഴുന്നേക്കും ഒന്നും ചെയ്യൂല, കുട്ടികളെപ്പം നോക്കൂല, ഭക്ഷണമൊന്നും ഉണ്ടാക്കൂല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല സമയത്തും ഇങ്ങനെ ആയി ഒരുപാട് ഡോക്ടർമാരെ കണ്ട്, ഒരുപാട് പള്ളികളിൽ പോയി. കലൂര് അടുത്തൊരു അച്ഛൻ്റെ കൊണ്ടുപോയി കാണിച്ച് ഇതിൻ്റെ ഇടയിൽ. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് വീടിന് വല്ല തകരാറുണ്ടാന്ന് നോക്ക്, വീടിൻ്റെ സ്കെച്ചും ഉണ്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ പൈശാചികമായ വല്ല പ്രവർത്തിയിലുണ്ടാന്ന് നോക്കാൻ പറഞ്ഞ്. അപ്പോൾ അതും കൊണ്ടുപോയി കാണിച്ച്, എന്നിട്ട് അതും കുഴപ്പമൊന്നുമില്ല, വീടിന് കുഴപ്പമില്ല. അങ്ങനെ അച്ഛൻ കുറേ മരുന്നുകൾ എഴുത്തന്ന്, ആയുർവേദ മരുന്നാണ് അച്ഛൻ കൊടുക്കുന്നത്. ആൻ്റണി അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര്, കലൂരുള്ളതാണ്. അങ്ങനെ അച്ഛനെ കാണുകയും അച്ഛൻ മരുന്ന് തന്ന് അച്ഛൻ്റെ മരുന്ന് കുറേ കഴിച്ച്, എന്നിട്ടും കുറവില്ല. അവസാനം അങ്കമാലിലുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റേഴ്സ് നടത്തണ സെൻറ്റ് മാരീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തി, അവിടെ ചികിത്സിച്ചു. അവിടെ ഒരു 7 വർഷം അവിടുത്തെ ചികിത്സ കഴിഞ്ഞ്, എന്നിട്ടും സുഖമാവില്ല. അവസാനം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് വിഷമിച്ച് കണ്ണീരൊടുക്കാത്ത രാത്രിയില്ല. ഞാൻ എന്ത് ചെയ്യും എൻ്റെ മാതാവി എന്ന് മാതാവിനോട് തന്നെ പ്രാർത്ഥിക്കണം. ഇരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലൊരു ചേച്ചി വന്ന് ഇങ്ങനെ കൃപാസനത്തിൽ നിങ്ങളൊന്ന് പോകും, അവിടെ പോയിട്ട് ആ മാതാവിന് ഉടമ്പടി എടുത്തൊന്ന് പ്രാർത്ഥിക്കും, ഈ രോഗമൊക്കെ മാറിക്കിട്ടും, നിങ്ങളവിടെ പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ഭാര്യയും കൂടി 2023 ഒക്ടോബർ, കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 23 ഇവിടെ വരികയും അന്ന് ധ്യാനത്തിൽ കൂടി, ഉടമ്പടി ക്ലാസ്സിൽ കൂടി
ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി. പിറ്റേ മാസം നവംബറിൽ ഇവിടെ വരികയും അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാറും, നിനക്കൊരു രോഗമില്ല, നിനക്കൊരു പ്രശ്നമില്ല, മാറിപ്പോവും, വെറുതെ ഒരു ചെറിയൊരു തോന്നലാണ് നിൻ്റെ എന്ന് അച്ഛൻ പറഞ്ഞ് തട്ടി തലയിൽ തൈ വെച്ച്. അതിനുശേഷം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഉടമ്പടി തൈലം പുരട്ടി കുളിക്കുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി പ്രവർത്തനം മുടങ്ങാതെ ചെല്ലുകയും പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുകയും ഞാനും ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരികയും 9ാമത്തെ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം സ്വപ്നത്തിൽ മാതാവിൻ്റെ ദർശനം ഭാര്യയ്ക്കുണ്ടാകുകയും മാതാവ് വന്ന് നിൻ്റെ രോഗം പൂർണ്ണ സൗഖ്യം നിനക്ക് തരുന്നതായി സ്വപ്നം കാണുകയും ചെയ്തു. ഞാൻ കുടുംബ പ്രാർത്ഥന ശേഷം ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധം അനുഭവപ്പെട്ട് മാതാവ് വന്നാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായി. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിനകത്തുനിന്ന് ഒരു സൗഖ്യം തരണം, എൻ്റെ ഭാര്യയെ രക്ഷിക്കണം മാതാവേ, എല്ലാ കാര്യങ്ങളും എനിക്ക് നിറവേറ്റി തന്നെ, എൻ്റെ മക്കളെ നോക്കണവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആളാണ്. അപ്പോൾ പിന്നെ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നെ, മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് 9ാമത്തെ മാസം അനുഗ്രഹിച്ച് മാതാവ് അനുഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ ഭാര്യ സന്തോഷവതിയായിട്ടിവിടെ നിൽക്കാണ്ടിരുത്തി. ഇങ്ങനെയെല്ലാം നിന്ന് വെച്ചത് തലയെക്കെട്ട് വിത്തുമീട്ട് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ആരെയും നോക്കാതെ ഇരുന്ന് വെച്ചാണ്. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പൂർണ്ണ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതിന് ഞാൻ 1000 നന്ദി പറയുന്നത് യേശുവെ നന്ദി, പരിശുദ്ധമ്മയെ നന്ദി, ദൈവമാതാവെ നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജോസി എന്ന ഈ സഹോദരൻ തൻ്റെ